മുൻമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. താനൂരിലെ വസതിയിലായിരുന്നു അന്ത്യം. 71 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. 3 തവണ തിരൂരങ്ങാടിയിൽ നിന്ന് നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മുഹമ്മദ് ഷെയ്ദ് വിവരങ്ങൾ നൽകും. ഷെയ്ദ്, ആദ്യം മരണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തായിരുന്നു സംഭവിച്ചത്? അക്ഷയ, അല്പസമയം മുമ്പാണ് കുട്ടി അഹമ്മദ് കുട്ടി മരിച്ചത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും സമുന്നതനായ നേതാവും മുൻ മന്ത്രിയുമാണ് അദ്ദേഹം. അസുഖബാധിതനായി അദ്ദേഹം വീട്ടിൽ ചികിത്സയിലും വിശ്രമത്തിലും ഒക്കെ ആയിരുന്നു. കുറച്ചു കാലം മുമ്പ് അദ്ദേഹത്തിന് വാഹനാപകടത്തിൽ സാരമായ പരിക്കേറ്റ് കഴുത്തിന് പരിക്കേറ്റ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം സജീവമായ രാഷ്ട്രീയത്തിൽ അങ്ങനെ സജീവമാകാറുണ്ടായിരുന്നില്ല. പക്ഷേ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്, പാർട്ടി പരിപാടികളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിരുന്നു. പക്ഷെ അതിന് മുൻകാലങ്ങളിൽ ഉള്ളതുപോലെ സജീവത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ചു കാലമായി അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നുള്ള ചികിത്സകളിലും മറ്റുമായിരുന്നു. ഏതായാലും അല്പസമയം മുമ്പാണ് അദ്ദേഹം താനൂരിലെ വസതിയിൽ വെച്ച് മരണപ്പെട്ടത്. കബറടക്കം ഉൾപ്പെടെയുള്ള സംസ്കാര ചടങ്ങുകളൊക്കെ ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുസ്ലിം ലീഗ് നേതാക്കളായ പാണക്കാട് സ്വാദിഖലി തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്.